സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഇന്നലെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി ആയിരുന്നു. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഇപ്പോഴും യെല്ലോ അലേർട്ട് തുടരുകയാണ്. ഇന്നലെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. കൊല്ലം ജില്ലയിലെ താപനില നോക്കുകയാണെങ്കിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെയും 38 ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിലായി 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ജില്ലകളിലും മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള ഒരു കാലാവസ്ഥയ്ക്കാണ് സാധ്യത എന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും പുഴകളൊക്കെ വറ്റി വരളുന്ന അവസ്ഥയാണ്. കുടിവെള്ള ലഭ്യതയൊക്കെ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇങ്ങനെ കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചൂടിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചൂടും അസ്വസ്ഥതയുമുള്ള ഒരു കാലാവസ്ഥയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്.